അയ്യേ എന്തിനാ കരയുന്നേ? കരയില്ല കേട്ടോ. അതാ ദൈവമായിട്ട് നമ്മളെ കണ്ടുപിടിച്ചല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് വിഷമിക്കല്ലേ, ഞാൻ ഉണ്ടാവും. കരയില്ലേ? പ്രെയർ കഴിഞ്ഞ് പോവാൻ നിന്നപ്പോ എന്നെ വന്ന് പാർവേന്ന് വിളിച്ചപ്പോ എന്റെ അയ്യോ അപ്പോഴേ ഈ അച്ഛനാണ്. അയ്യോ എന്നെ പരിഹസിച്ചവരും താഴ്ത്തിയവരും എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കണം. അവര് ആ ഒരു വാശിയുണ്ട്. അച്ഛൻ അങ്ങോട്ട് വരുവാണ്. അതിവിടെ ചായ കുടിക്കാൻ പോകുന്നു. ഫുഡൊക്കെ എന്തുവായിരുന്നു കറി? വിഷമിക്കുന്നത് എന്തിനാ? ഞാനില്ലേ അച്ഛൻ്റെ കൂടെ. വിഷമിക്കില്ല കേട്ടോ. കരയില്ലേ? അയ്യേ എന്തിനാ കരയുന്നേ? കരയില്ല കേട്ടോ. സന്തോഷായിട്ടിരി. അച്ഛന് ഞാനുണ്ടല്ലോ. അതാ ദൈവമായിട്ട് നമ്മളെ കണ്ടുപിടിച്ചല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് വിഷമിക്കല്ലേ, ഞാൻ ഉണ്ടാവും. കരയില്ലേ? ഗാന്ധി ഭവനിൽ ഒരുപാട് പേരെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കും എന്റെ അച്ഛനുണ്ടോ എന്ന്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ ഒരു നാൾ കണ്ടു. അതാ. ഇല്ലില്ല, ആർക്കും അറിയില്ലായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോ അപ്പോഴല്ലേ അച്ഛനാന്ന് മനസ്സിലായതും. അച്ഛൻ എന്തോ വലിയൊരു നിധിയാ എനിക്ക്. എന്റെ അച്ഛനെങ്കിലും എനിക്ക് നോക്കണം. അമ്മേനെ നോക്കാൻ പറ്റിയില്ല. അച്ഛൻ പാവ. എന്റെ അറിവ് വെച്ച കാലം മുതലേ ഇങ്ങനെയാ. മാനസിക പ്രശ്നം അത്രയ്ക്ക് വലുതായിട്ടില്ല, ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ളു. ജോലിക്കൊക്കെ പോവായിരുന്നു അച്ഛൻ അവിടെ സാധാ എന്തിനെങ്കിലും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവും. അങ്ങനെ അമ്മയ്ക്ക് അധികം ഇങ്ങനെ ആഫീസിൽ പോയി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പാവപ്പെട്ട കുടുംബമായിരുന്നു. അങ്ങനെ ആരും അധികം നോക്കാനോ എടുക്കാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബന്ധുക്കളൊക്കെ അമ്മയുടെ വീട്ടുകാരുണ്ട്. അപ്പോ അമ്മയുടെ വീട്ടുകാരൊന്നും അധികം ഇതില്ല. എനിക്കാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ എന്തിനാ എത്രയൊക്കെ ആയാലും അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ കാണുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വന്നേ. എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ച ആ ഒരു ഇതോടെ എനിക്ക് ജീവിക്കണം. ബന്ധുക്കളെ ഒരിക്കലും നമുക്ക് ആർക്കും ഒരു ബാധ്യത ആവാൻ പാടില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കണം. ഞാൻ തന്നെ അവിടുത്തെ വീട്ടിലെ അവിടുത്തെ മെമ്പറിനോട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്ക് ഇവിടെ നിന്നാ പഠിക്കാനുള്ള സാഹചര്യമില്ല. അപ്പം എന്താണെന്നറിയില്ല, എവിടെയായാലും ഞാൻ നിന്നോളാം, എനിക്ക് പഠിച്ചാൽ മതി, നല്ല അത്രയ്ക്ക് ഇത് വേണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് CWC വഴി എന്നെ ഇങ്ങോട്ടാക്കിയത്. അച്ഛനെ കണ്ടുമുട്ടിയ ഒരു നിമിഷം എപ്പോഴെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു അച്ഛനെ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ വിചാരിച്ചു അച്ഛനെ ഇനി കാണാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോ വിചാരിച്ച് വീട്ടുകാരൊന്നും വരത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആരും വരത്തില്ലായിരിക്കും, ഇവിടെ ഒറ്റയ്ക്കായിരിക്കുന്നു. പക്ഷെ പിന്നെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോ ഒരു ഇതുണ്ട്, അച്ഛനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. അച്ഛന് മാനസികമായിട്ട് അസുഖമുണ്ട്. അപ്പൊ അച്ഛൻ വീട്ടിൽ കയറില്ല, പക്ഷെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ടൊക്കെ നടക്കുക. അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തപ്പോ അങ്ങനെ. അപ്പൊ അച്ഛൻ എവിടെയാണെന്ന് അപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇല്ല. മോളും അനാഥയായി അമ്മയില്ല, അമ്മ മരിച്ചു. ഗാന്ധി ഭവനിൽ എത്തിപ്പെടുന്ന സമയത്താണ് അച്ഛനെ യാദൃച്ഛികമായി കണ്ടത്. ഞാന് ഇവിടെ പ്രെയർ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്നും വരുന്ന ആൾക്ക് പ്രെയർ കഴിഞ്ഞ് പോവാൻ നിന്നപ്പോ എന്നെ വന്ന് പാർവേന്ന് വിളിച്ചു. എന്നെ അങ്ങനെ വിളിക്കാൻ ഇവിടെയുള്ള ആർക്കും എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് അറിയത്തില്ല. അപ്പോഴെനിക്ക് ഈ അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നു, വണ്ണമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ മെഡിസിൻ കഴിച്ച് അങ്ങനെ എന്റെ ഇതായിട്ട് വണ്ണം ഒക്കെ ആയി. അപ്പൊ എനിക്ക് ആളെ മനസ്സിലായില്ല. അപ്പൊ അച്ഛൻ എന്നെ വന്ന് പാർവേന്ന് വിളിച്ചപ്പോ എന്റെ അയ്യോ അപ്പോഴേ ഈ അച്ഛനാണ്, അയ്യോ അച്ഛനല്ലേ ഇതെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായി. ഇവരാരും പറഞ്ഞില്ല. ഇല്ല. അപ്പൊ എനിക്കൊരു ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയി പോയി. അയ്യോ അച്ഛൻ. അപ്പൊ എനിക്ക് സന്തോഷമായി. അച്ഛനെങ്കിലും കാണാൻ പറ്റിയല്ലോ. അച്ഛനെങ്കിലും എനിക്ക് ആരും ഇല്ലെന്ന് പറയണ്ടല്ലോ, അച്ഛനെങ്കിലും ഉണ്ട്. ഇനി എനിക്ക് അച്ഛന് വേണ്ടി ജീവിക്കാലോ. അച്ഛനും അമ്മച്ചിയും ഇവിടെ ഉള്ള കുടുംബം അത് തന്നെയാ. മോളിപ്പോ +2 നല്ല ഉയർന്ന നിലയിൽ മാർക്ക് മേടിച്ച് മോള് പാസ്സായി. ഇനി എന്താവണം ആഗ്രഹം?
എനിക്ക് നല്ലൊരു ജഡ്ജ് ആവുന്ന ആഗ്രഹം. അപ്പൊ LLB പഠിക്കണം, അത് കഴിഞ്ഞിട്ട് MA എടുക്കണം, അങ്ങനെയൊക്കെയാ. നടക്കട്ടെ, ദൈവം അനുഗ്രഹിച്ച്. ഇവിടെ നിന്നാ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഗാന്ധിഭവൻ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് പിന്നില്ലേ. അപ്പൊ നമ്മൾ പഠിക്കുക, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തിനും ഏതിനും അച്ചാച്ചൻ കൂടിയുണ്ട്. ആ ഒരു വിശ്വാസം, അതനുസരിച്ച് ഞാൻ പരിശ്രമിക്കും. ഒരുപാട് സന്തോഷമുണ്ടല്ലേ? ഒരുപാട് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. ഒന്ന് ഈ ഉയർന്ന മാർക്ക് മേടിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റി, നല്ല വിദ്യാഭ്യാസം തരുന്നു, ഒപ്പം അച്ഛനെ കിട്ടിയില്ലേ? അനാഥയാണെന്ന് ഒരു നിമിഷം മോളെ അനാഥയാണെന്ന് ചിന്തിച്ചിട്ടില്ലേ? അപ്പൊ അതിനിടയിലാണ് അച്ഛനെ കിട്ടുന്നത് അല്ലേ? വളരെ സന്തോഷമുണ്ട്. ദൈവമായിട്ട് കൊണ്ടു തന്ന അച്ഛൻ. പഠിക്കണം കേട്ടോ, പഠിച്ച് വലിയൊരാളാവണം, ഒരുപാട് പേർക്ക് മോളൊരു കൈത്താങ്ങാവണം. അത് അച്ചാച്ചൻ പറഞ്ഞേ. അച്ചാച്ചൻ ഇങ്ങനെ LLBക്ക് പോണോന്ന് പറഞ്ഞപ്പോഴേ അച്ചാച്ചന് വളരെ സന്തോഷമായി. അപ്പോഴത്തേക്ക് അച്ചാച്ചൻ പറഞ്ഞു, മക്കളെ പഠിക്കണം, നല്ലപോലെ പഠിച്ച് നീ എങ്ങനെയാണോ വളർന്നു വന്നത് അപ്പോ അതുപോലെ നീ പഠിച്ച് നല്ലൊരു നിലയ്ക്ക് എത്തിയിട്ട് ഒരു കുട്ടീനെ നല്ലപോലെ നീ തന്നെ പഠിപ്പിക്കാനുള്ള ഇത് നോക്കി നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞു. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം, നല്ലപോലെ ഇടപെടല് ഒക്കെ എനിക്ക് അത് തന്നെയായിരിക്കും. പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചിട്ട് അച്ഛനെ നോക്കണം, ഇവിടെ എനിക്ക് സേവനം ചെയ്യണം, ഇവിടെ എന്റെ കുടുംബമാ. അപ്പൊ ഞാൻ ഇവിടെ എല്ലാവരെയും എനിക്ക് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ ഓരോരുത്തരും എന്റെ കുടുംബാംഗങ്ങളാ. എന്റെ അച്ചാച്ചൻ പറഞ്ഞ എന്റെ അച്ചാച്ചനെ പോലെ തന്നെ എന്റെ അച്ചാച്ചന്റെ ആഗ്രഹം നിറവേറ്റണം. എനിക്കിവിടെ എല്ലാവരോടുള്ള കടപ്പാടാ. എന്റെ CH-ലായാലും, ഞാൻ CH-ലാ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഹൗസ് മദർ ആയാലും സൂപ്രണ്ട് ആയാലും എല്ലാവരും എനിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പഠിക്കാൻ നേരത്തായാലും എന്തിനും ഏതിനും പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാനും ഏത് നിലയ്ക്കെത്തിയാലും ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കില്ല. പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് എനിക്ക് അഭിമാനത്തോടെ, എൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ അത്രയ്ക്ക് ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവരുടെ മുന്നില് അവളങ്ങ് അവളുടെ ഇഷ്ടത്തിന് പോയി, അവളെ അങ്ങനെ ആയി, അങ്ങനെ പറയിപ്പിക്കാതെ അവള് പോയോ അങ്ങനെ ആയോ അങ്ങനെ ആയിരിക്കണം, അങ്ങനെ പറയിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല നിലയ്ക്ക് എത്തുമ്പോൾ എന്നെ പരിഹസിച്ചവരും താഴ്ത്തിയവരും എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കണം. അവര് ആ ഒരു വാശിയാ അതാ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഗാന്ധിഭവനിൽ എത്തിയത് ഭാഗ്യം തന്നെ മോളെ. മറ്റൊരിടം ഒരിക്കലും ഇല്ല. ദൈവം കനിഞ്ഞു തന്നതാ ഗാന്ധിഭവനില്. സന്തോഷമായി. മോളെ കണ്ടോ? എന്താ പറയാനുള്ളേ? ഇതെല്ലാം പഠിച്ച് വിജയിക്കണം. ആദ്യമായിട്ട് കണ്ടപ്പോ എന്താ തോന്നി ഇവിടെ വന്നിട്ട്? സന്തോഷം.